ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി ആയാലോ? ചേമ്പിൻ താള് കറി നമുക്ക് നോക്കാമല്ലേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേമ്പിൻ താള് നന്നായിട്ട് തോലൊക്കെ മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു 4 ചെറിയുള്ളി, 3 പച്ചമുളക്, ഒരു നുള്ള് ജീരകം, ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാവേ. അതിന് പുറമെ നമുക്ക് ഒരമുറി തേങ്ങ നന്നായിട്ട് ചിരകി നന്നായിട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയിൽ അരച്ചിട്ട് അതും നമുക്ക് മാറ്റി വെക്കാം. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമുക്ക് ഒരു 9 ചെറിയുള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ പ്രത്യേകം ചേർക്കണം, വലിയ ഉള്ളി നമ്മൾ ചേർക്കണില്ല. ടേസ്റ്റ് കിട്ടാൻ ചെറിയുള്ളിക്കാണ് കൂടുതലും. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി നന്നായിട്ട് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. കറിവേപ്പില കൂടി ഇതൊക്കെ നന്നായിട്ട് എണ്ണയിലിട്ട് വരുന്ന സമയത്ത് ചെറിയുള്ളിയുടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ചേമ്പിൻ താളുണ്ടല്ലോ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൂടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പൊടികളുടെ ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് മാത്രമേ വേണ്ടതുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് പകുതി മൂടി വെച്ചതിന് ശേഷം ഒരു പകുതി വേവ് അത്രേ വേണ്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുതിർത്തിയതിൻ്റെ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ കുക്കറിൽ ഒരു കുറച്ച് പരിപ്പും നമുക്ക് വീട്ടിൽ പണ്ടൊക്കെ മാറ്റി വെക്കുമല്ലോ, അതായത് സൂക്ഷിച്ച് വെക്കുമല്ലോ ചക്കക്കുരു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ആവശ്യമില്ല, കുഴപ്പമില്ല. അതിനും കൂടി നന്നായിട്ട് ഞാൻ ഒരു 3 വിസിലിന് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടിയും അതിലേക്ക് അരപ്പ് അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു കുറച്ച് നുള്ള് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി അത് വേവിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം കറക്റ്റ് വേവായി. ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അരമുറി തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നേരത്തെ നമുക്കൊരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. ആ അരപ്പിലാണ് കേട്ടോ നമ്മുടെ പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ആ ചെറിയ ഉള്ളിയുടെയും ജീരകത്തിൻ്റെയും പച്ചമുളകും എല്ലാം കൂടി അരഞ്ഞു വരുന്ന ടേസ്റ്റ് അതിലാണ് വരുന്നത്. നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ചൂടായതിനു ശേഷം കടുക് ഇട്ടു. ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ടു. ഒരു നുള്ള് ജീരകം, പിന്നെ ഒരു 3-4 കറിവേപ്പില, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തു. നമ്മുടെ കറി സെറ്റായിട്ട് അടിപൊളി കറിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.